രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു. നാളെ 11 മണി വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ACJM കോടതിയുടേതാണ് നടപടി. ഹരിമോഹൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഹരി, കൂടുതൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണോ ഇപ്പോൾ കസ്റ്റഡിയിൽ വീണ്ടും വിട്ടിരിക്കുന്നത് രാഹുൽ ഈശ്വർ? തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു കസ്റ്റഡി കഴിഞ്ഞതാണ്. പക്ഷേ ആ കസ്റ്റഡിയിൽ ലഭിച്ച സമയത്തൊന്നും തന്നെ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു സഹകരണം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. പൂർണ്ണമായ ഒരു നിസ്സഹകരണം എന്ന് തന്നെ പറയാൻ കഴിയും. മാത്രമല്ല അതിനുശേഷം ജയിലിലേക്ക് വിട്ട സമയത്തൊക്കെ തന്നെ നിരാഹാരമായിരുന്നു. അങ്ങനെ ഈ തുടർച്ചയായി നിരാഹാര സമരം അനുഷ്ഠിച്ചത് കാരണം ആശുപത്രിയിൽ കൊണ്ടുപോയി ഡ്രിപ്പ് അടക്കം ഇട്ട് കിടത്തേണ്ടി വന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും രാഹുൽ ഈശ്വർ അന്വേഷണ സംഘത്തോട് സഹകരിക്കാത്ത ഒരു നില വന്നപ്പോഴാണ് കോടതിയും അതിൽ കർക്കശമായ ഒരു നിലപാട് സ്വീകരിച്ച് തുടർന്ന് ജാമ്യം നിഷേധിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഈശ്വർ ആ നിരാഹാര സമരം അവസാനിപ്പിച്ചു. താൻ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തു, ക്ലൗഡിൽ നിന്നടക്കം റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പ്രതിഭാഗം അഭിഭാഷകൻ അവകാശപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ജാമ്യാപേക്ഷ കൂടി സമർപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ കോടതി ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അന്വേഷണത്തോട് സഹകരിക്കാത്ത രാഹുൽ ഈശ്വറിനെയും കൊണ്ട് നാളെ 11 മണി വരെ തെളിവ് ശേഖരണത്തിന് അല്ലെങ്കിൽ തെളിവെടുപ്പിന് അന്വേഷണ സംഘത്തിന് പോകാം എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നാളെ 11 മണിക്കുള്ളിൽ പരമാവധി രാഹുൽ ഈശ്വറിന്റെ ടെക്നോ പാർക്കിലുള്ള ഓഫീസ്, രാഹുൽ ഈശ്വറിന്റെ വീട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തും. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ അതും നടക്കും. 2 ദിവസമാണ് കസ്റ്റഡി ചോദിച്ചിരുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ ഉച്ച മുതൽക്ക് നാളെ 11 മണി വരെയുള്ള കസ്റ്റഡി കൊടുത്തത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും ലഭിക്കുമോ, കൂടുതൽ ഒരു ലാപ്ടോപ്പും മറ്റൊരു ഫോണും കൂടി ഇപ്പോൾ ലഭിക്കാനുണ്ട്, അതുകൂടി ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അന്വേഷണ സംഘം നോക്കുന്നത്. തീർച്ചയായും ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം.